So let's start with environment. Marine heat waves. What do you mean by heat waves? ചൂടായിരിക്കും, പക്ഷെ എന്താ ഹീറ്റ് വേവ്സ് എന്ന് വെച്ചാൽ എന്താ, ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ ഉണ്ട്. അതായത് പെർട്ടിക്കുലർ റീജിയനിലെ ടെമ്പറേച്ചർ ഇഫ് ഇറ്റ് എബോവ് 40°C ഫോർ 4 or 5 days അല്ലെങ്കിൽ ഒരു എബോവ് 4° ദാൻ ദ നോർമൽ ടെമ്പറേച്ചർ, അപ്പോഴാണ് നിങ്ങളൊരു ഹീറ്റ് വേവ് കണ്ടീഷൻ എന്ന് പറയാം. ഇപ്പം നോർത്ത് ഇന്ത്യയിലെ ടെമ്പറേച്ചർ ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 40°C ഇറ്റ് മേ നോട്ട് ബി കോൾഡ് എസ് എ ഹീറ്റ് വേവ്, ബിക്കോസ് ഇത് നോർമൽ ടെമ്പറേച്ചർ തന്നെ അതിൻ്റെ 38 to 40 വരെ പോകാറുണ്ട്. അപ്പോൾ നോർമൽ പക്ഷേ അതേ സമയത്ത് ട്രിവാൻഡ്രത്ത് 32°C അല്ലെങ്കിൽ 36°C നോർമൽ ടെമ്പറേച്ചർ ഉള്ള ഒരു സ്ഥലത്ത് 4 or 5 degrees 3 or 4 degrees കൂടുതലാണെങ്കിൽ, 4 or 5 degrees കൂടുതലാണെങ്കിൽ സിവിയർ ഹീറ്റ് വേവ്സ് എന്ന് പറയാം. 3 or 4 degrees കൂടുതലാണെങ്കിൽ then that condition is called as a heat wave condition. If the normal temperature is above 2 or 3 degrees than the usual one, then it is called as a heat wave condition. Similarly, the same phenomena happens in oceans as well. അപ്പോഴാണ് നമ്മൾ മറൈൻ ഹീറ്റ് വേവ്സ് എന്ന് പറയുന്നത്. അതായത് സീയുടെ ടെമ്പറേച്ചർ യൂഷ്വലി ഉള്ളതിനേക്കാളും 3 or 4 degrees കൂടുതലായിരിക്കും ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ആ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 5 days. ഇപ്പോൾ ഒരു ദിവസം കൂടി നെക്സ്റ്റ് ഡേ അത് കുറഞ്ഞു എന്നാൽ ഇറ്റ് ഈസ് നോട്ട് കോൾഡ് എസ് എൻ ഹീറ്റ് വേവ്. If it is consistently increasing for at least 5 days, then it is called as a marine heat wave. ഈ കണ്ടീഷൻസ് എല്ലാം ആക്ച്വലി വളരെ ടെക്നിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. Okay, what are the causes for it? One thing is global warming. അറിയാലോ, സീ ടെമ്പറേച്ചർ കൂടുന്നതിന് one of the basic reason is the global warming. Another one is El Nino. El Nino phenomenon എന്താ, പസഫിക് ഓഷ്യൻ റീജിയനിലെ ഓഷ്യൻ ടെമ്പറേച്ചർ കൂടുന്ന ഫിനോമിനയാണ് എന്ത് പറയുന്നത്, എൽ നിനോ ഫിനോമിന. അപ്പോൾ എൽ നിനോ ഫിനോമിന സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ സി ആണേ, ഇപ്പം ഇത് സി ആണ്. സിയിലൊരു ഫിനോമിന നടക്കും, അപ്വെല്ലിംഗ്. UPWELL കാണുന്നില്ല അല്ലേ, ലൈറ്റ് ഓഫ്. ഓ, കളറിൻ്റെ പ്രശ്നം. കാണാലോ, അപ്വെല്ലിംഗ് എന്നാണ് ഈ ഫിനോമിനൻ്റെ പേര്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ നിന്ന്, അതായത് സിയുടെ ഏറ്റവും ഡെപ്തിൽ നിന്ന് ഇറ്റ് ഈസ് ആക്ച്വലി കോൾഡർ ദാൻ ദ സർഫസ് റീജിയൻ ആണല്ലോ. കോൾഡർ ആണ്, കുറച്ചും കൂടി ന്യൂട്രിയൻ റിച്ച് റീജിയൻ ആണ് സിയുടെ അടിയിലേക്ക് പോകുമ്പോൾ. അവിടെ നിന്ന് ബിക്കോസ് ഓഫ് ദ ട്രേഡ് വിൻസ് ആൻഡ് ബിക്കോസ് ഓഫ് ദ ഓഷ്യൻ കറൻസ് എന്ന് വെച്ചാൽ മൂവ്മെൻറ്റ് ഓഫ് ദ ഓഷ്യൻ വാട്ടേഴ്സ്, അതുപോലെ തന്നെ ട്രേഡ് വിൻസ് ഉണ്ട്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകുന്ന ട്രേഡ് വിൻസ് ഉണ്ട്. സോ ദേ വിൽ പുഷ് ഇറ്റ് ടുവേർഡ്സ് ദിസ് റീജിയൻ. ഇവിടെ നിന്നുള്ള വാട്ടറിനെ പുഷ് ചെയ്ത് അങ്ങോട്ടേക്ക് തള്ളും. അപ്പോൾ അങ്ങോട്ടേക്ക് തള്ളുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടുത്തെ വെള്ളം, ഇവിടെ ചൂട് വെള്ളമാണ് അല്ലേ, സർഫസിൽ ഹോട്ട് വാട്ടറാണ്. ദിസ് വാം വാട്ടേഴ്സ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ ദ കോൾഡ് വാട്ടർ. ഈ ഫിനോമിനയാണ് എന്ത് പറയുന്നത്, അപ്വെല്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ട്രേഡ് വിൻസ് ഇറ്റ് വിൽ പുഷ് ദ വാട്ടർ ടുവേർഡ്സ് ദ ഈസ്റ്റേൺ ഡയറക്ഷൻ, ടുവേർഡ്സ് ദ വെസ്റ്റേൺ ഡയറക്ഷൻ, ആൻഡ് ദെൻ ദാറ്റ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ വാട്ട്, റീപ്ലേസ്ഡ് ബൈ ദ കോൾഡ് വാട്ടേഴ്സ് ഫ്രം ബിലോ. ഈ പ്രോസസ്സാണ് അപ്വെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൽ നിനോ സംഭവിക്കുന്ന സമയത്ത് ഈ അപ്വെല്ലിംഗ് വിൽ ബി സ്ലോ ഡൗൺ. എന്താ കാരണം, ട്രേഡ് വിൻസ് വീക്കാണ്. ഈ താഴെ നിന്നുള്ള വെള്ളത്തെ പുഷ് ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് പ്രഷർ വേണം, അത്രയ്ക്ക് സ്ട്രോങ്ങർ ആയിട്ടുള്ള വിൻസ് വേണം. ആ വിൻസും ആ സ്ട്രീംസ് എന്ന് പറയുന്നത് ഓഷ്യൻ കറൻസിനെയാണ് പറയുന്നത്, മൂവ്മെൻറ്റ് ഓഫ് ദ ഓഷ്യൻ വാട്ടർ. അപ്പോൾ അത് വീക്ക് ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഈ പുഷ് അത്രയും നടക്കത്തില്ല. പുഷ് നടക്കാത്തപ്പോൾ എന്ത് സംഭവിക്കും, മുകളിൽ വാമർ വാട്ടേഴ്സ് ആയിട്ട് തന്നെ നിൽക്കും അല്ലേ. പുഷ് ചെയ്ത് മാറ്റി കോൾഡ് വാട്ടേഴ്സ് റീപ്ലേസ് ചെയ്താൽ മാത്രമേ ആ ഒരു പ്രോസസ്സ് നടക്കത്തുള്ളൂ. പക്ഷേ ഇത് ചൂടായിട്ട് തന്നെ നിൽക്കും. ഇതാണ് മെറൈൻ ഹീറ്റ് വേവ്സിൻ്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത്. അങ്ങനെ ചൂടാകുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെയുള്ള ബയോഡൈവേഴ്സിറ്റി അത് അഫക്റ്റ് ചെയ്യും. ഒരുപാട് വെയിൽസിനൊക്കെ ഭയങ്കര ഈ വളരെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആനയ്ക്ക് എലിഫൻറ്റിന് മദം പൊട്ടുന്ന എപ്പോഴാണ്, ചൂട് കൂടുമ്പോഴും. ഇത് അതുപോലെ തന്നെ വെയിൽസിനും ഷാർക്കിനും ഒക്കെ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട്. മെറൈൻ ഓർഗാനിസംസിന് ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫിനോമിനനാണ്. പിന്നെ reduced cloud cover. When clouds are less, what happens?
the sea water will absorb more sunlight. അതാണ് മറ്റൊരു റീസൺ ഫോർ ഇൻക്രീസിങ് മെറൈൻ ഹീറ്റ് വേവ്സ്. ഓഷ്യൻ കറൻസ് വീക്കർ ഗൾഫ് സ്ട്രീം ഹാസ് കോസ്ഡ് വാർമർ വാട്ടേഴ്സ് അലോങ് ദ US ഈസ്റ്റ് കോസ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഓഷ്യൻ കറൻസ് സ്ട്രോങ്ങർ ആണെങ്കിൽ മാത്രമേ വെള്ളം ഇങ്ങനെ മൂവ് ചെയ്ത് താഴെ നിന്ന് മുകളിലോട്ട് വന്ന് കുറച്ചും കൂടി ഒരു നോർമലൈസ് ചെയ്ത് നിൽക്കത്തുള്ളൂ. പക്ഷെ അതേ സമയത്ത് വീക്കർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? വെള്ളം മൂവ്മെൻറ്റ് കുറവായിരിക്കും. കുറവാകുമ്പോൾ ചൂട് തന്നെ അവിടെ ഇങ്ങനെ നിൽക്കും. അതാണ് വൺ ഓഫ് ദ മേജർ റീസൺസ് എഫക്റ്റിംഗ് ഹറിക്കെയിൻസ് ആൻഡ് സീ ലെവൽ റൈസ്. സൈക്ലോൺസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചോ? യൂഷ്വലി നിങ്ങൾ സൈക്ലോൺസിൻ്റെ കൂടെ വാട്ട് യു അസോസിയേറ്റ് സൈക്ലോൺസ് വിത്ത്? whenever you hear a news about cyclones, what do you hear about? Bay of Bengal എന്ത് രൂപപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്? ചുഴി is what? It's a low pressure region. Low pressure region എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? Warmer regions. എന്താ? Low pressure എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? It's because it's a warmer region. അല്ലേ? വാം ആയിട്ടുള്ള സ്ഥലത്താണ് ലോ പ്രഷർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ സീ വാട്ടർ വാം ആണെങ്കിൽ എന്ത് സംഭവിക്കും? വിച്ച് മീൻസ് പ്രഷർ ഇസ് ലോ. അപ്പം ഭയങ്കര സിവിയർ ആയിട്ടുള്ള സൈക്ലോൺസ് ആൻഡ് ഹറിക്കെയിൻസ് വിൽ ഹാപ്പൻ. അതാണ് US ഈസ്റ്റ് കോസ്റ്റ് ടെക്സസ് റീജിയനിലൊക്കെ ഫ്ലഡ് ഉണ്ടാവാൻ വന്ന മേജർ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു മെറൈൻ ഹീറ്റ് വേവ്സ് ഫിനോമിനൻ. ആൻഡ് സീ ലെവൽ റൈസ് ബിക്കോസ് ഓഫ് ദ എന്താ പറയുക, ഈ ഗ്ലേഷ്യർ മെൽറ്റ് കാരണം സീ ലെവൽ റൈസ് വരും. ആർട്ടിക് വാർമിംഗ്, സീ ലെവൽ റൈസ് ഒന്ന് ഗ്ലേഷ്യർ മെൽറ്റിംഗ് കാരണം സീ ലെവൽ കൂടും എന്നുള്ളത്. സീ ലെവൽ കൂടുമ്പോൾ ഇറ്റ് വിൽ എഫക്ട് ദ ഐലൻഡ് നേഷൻസ്. ദേ വിൽ സബ്മേർജ് ഇൻ ദ വാട്ടർ. നെക്സ്റ്റ് വൺ ഇസ് ആർട്ടിക് വാർമിംഗ്. ആർട്ടിക് റീജിയൻസ്, നിങ്ങൾ ഈ പോളർ റീജിയൻസിൽ ഇപ്പം ആർട്ടിക് സീ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കൂടുതലും ഏത് കളറിലായിരിക്കുന്നത്? ലൈറ്റ് ബ്ലൂ കളറാണ്. അല്ലെങ്കിൽ എന്താ വൈറ്റിഷ് കളർ ബിക്കോസ് ഓഫ് ദ ഗ്ലേഷ്യേഴ്സ് അല്ലേ? ഈ ഗ്ലേഷ്യേഴ്സ് വൈറ്റ് കളറിന് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഫിനോമിന. ആൽബഡോ അറിയാലോ? എന്താണ് ആൽബഡോ? സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഫിനോമിനെയാണ് ആൽബഡോ എന്ന് പറയുന്നത്. വൈറ്റ് ഡ്രസ് ആണെങ്കിൽ ഇറ്റ് വിൽ റിഫ്ലക്ട് മോർ സൺലൈറ്റ്. അത് ആ പ്രോപ്പർട്ടിയാണ് യു കോൾ ഇറ്റ് ആസ് ആൽബഡോ പ്രോപ്പർട്ടി. ഓക്കെ, ദ എബിലിറ്റി ഓഫ് എ സർഫസ് ടു റിഫ്ലക്ട് ബാക്ക് ദ സൺലൈറ്റ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ, ദാറ്റ് ഫിനോമിനൻ ഇസ് നോൺ ആസ് ആൽബഡോ. അപ്പം വെള്ള കളർ ആണെങ്കിൽ ഗ്ലേഷ്യേഴ്സ് ഉണ്ട്, വൈറ്റ് കളർ ആണെങ്കിൽ ഇറ്റ് ക്യാൻ റിഫ്ലക്ട് മോർ ലൈറ്റ്. ഈ ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓഷ്യൻസ് കുറച്ചും കൂടി ഓഷ്യൻസ് ഡാർക്കർ കളറിലായിട്ട് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇക്വറ്റോറിയൽ റീജിയൻസിലുള്ള ഓഷ്യൻസ് കുറച്ചും കൂടി ഡാർക്കർ കളറാണ്. ഓക്കെ, അപ്പോൾ ഡാർക്കർ കളറിന് പ്രശ്നം എന്താ? കൂടുതൽ സൺലൈറ്റ് അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് ബ്ലാക്ക് ഇട്ടിട്ട് ചൂടത്ത് ബ്ലാക്ക് ഇടരുതെന്ന് പറയുന്നത് അല്ലേ? കൂടുതൽ സൺലൈറ്റ് അത് അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ വൈറ്റ് കളർ ആയിരുന്ന ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യുമ്പോഴത്തേക്ക് താഴെയുള്ള ഡീപ്പർ ആയിട്ടുള്ള കളേഴ്സാണ് കാണുന്നത്. അപ്പോൾ ദേ വിൽ റിഫ്ലക്ട് മോർ സൺലൈറ്റ്, ദേ വിൽ അബ്സോർബ് മോർ സൺലൈറ്റ്. റിഫ്ലക്റ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. അങ്ങനെയാണ് ഇൻ ദ മെറൈൻ ഹീറ്റ് വേവ്സ് കാരണം സീ ടെമ്പറേച്ചേഴ്സ് കൂടുന്നത്. അപ്പോൾ അത് സീ ടെമ്പറേച്ചേഴ്സ് കൂടാനായിട്ടുള്ള റീസൺസ് ആണ് നമ്മൾ ഈ പറയുന്നത്. നൗ വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് ഇറ്റ്? സീ ടെമ്പറേച്ചർ കൂടി എന്ത് സംഭവിക്കും? ഒന്ന് കോറൽ ഡയോഫ്സ്. കോറൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കോറൽ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇതിൽ ലിവിങ് ഓർഗാനിസംസ് അതെ ഒരു ഭയങ്കര ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള റീജിയൻസ് ആണ് എന്ത് പറയുന്നത്? കോറൽ റീഫ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫോറസ്റ്റിനേക്കാളും ബയോഡൈവേഴ്സിറ്റി കൂടുതലാണ് എന്തിന്? ഓഷ്യൻ്റെ അടിയിലുള്ള കോറൽ റീഫ്സിന്. ഓക്കെ, വെദർ extreme weather conditions like your severe cyclones or hurricanes will happen. Economic and ecological impact, ഫിഷിങ്ങിനെ എഫക്റ്റ് ചെയ്യും അല്ലേ? ഫിഷിങ്ങിനെ എഫക്റ്റ് ചെയ്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഈ ഫിഷസ് ഒക്കെ ചത്തു തുടങ്ങും. പിന്നെ അതിൻ്റെ ബ്രീഡിങ് സീസണിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ കാലം തെറ്റി കുറേ മീനുകളൊക്കെ കിട്ടുന്നതും കിട്ടേണ്ട മീൻ കിട്ടേണ്ട സമയത്ത് കിട്ടാത്തതും എല്ലാം ഇതിൻ്റെ റീസൺസ് ആണ്. Tropical storms, fisheries, compounding environmental resources. See, compounding environmental problems like ocean acidification എന്നൊരു പ്രോബ്ലം ഉണ്ട്. ഗ്ലോബൽ വാർമിംഗ് പോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ് ഓഷ്യൻ acidification. What is ocean acidification? The amount of carbon dioxide in the oceans are increasing. When the amount of carbon dioxide in a water body is increasing, it will affect the plants and animals living in that water, living in that ocean, isn't it? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതും ഇതിൻ്റെ കൂടെ മെറൈൻ ഹീറ്റ് വേവ്സിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ഇതൊക്കെയാണ് മെറൈൻ ഹീറ്റ് വേവ്സിനെ കുറിച്ചുള്ള ഇത്. സാധാരണ ഹീറ്റ് വേവ്സ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ മെറൈൻ ഹീറ്റ് വേവ്സ് ഉള്ളതുകൊണ്ട് ദാറ്റ് മേ ബി എ പ്രോബബിൾ ക്വസ്റ്റ്യൻ. സെൻട്രൽ എംപവർഡ് കമ്മിറ്റി ഓൺ CAMPA. CAMPA എന്താ? കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ മാനേജ്മെൻറ്റ് പ്ലാനിംഗ് അതോറിറ്റി. ഓക്കെ,
അതായത് ഒരു ഫോറസ്റ്റഡ് ലാൻഡ്, if a forested land is converted for non-forested use, then it should be compensated with afforestation. Afforestation എന്ന് വെച്ചാൽ എന്താ? Planting trees. അപ്പോൾ when you are cutting off trees from a forested land, when you are using it for a non-forested purposes, ഒരു ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യാനോ മറ്റെന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടോ when you establish something, you have to compensate it by planting more trees. Okay, ആ ഫിനോമിനയാണ് കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് the government has initiated a fund. It's a national level fund. Okay, അതാണ് CAMPA fund എന്ന് പറയുന്നത്. CAMPA is actually a statutory body under the Compensatory Afforestation Act of 2016 for Afforestation Fund. Supreme Court established CAMPA in 2002 to the T.N. Godavarma vs. Union of India case. This case is actually important. Okay. Now, the problem with this, why was this in news? Only 67.5% of the fund was utilized. The remaining remains unutilized. The major problem is, ഈ അഫോറസ്റ്റേഷന് വേണ്ടിയിട്ട് കിട്ടുന്ന ഫണ്ടെല്ലാം അവർ ഗ്രീൻ ഇന്ത്യ മിഷന് വേണ്ടിയിട്ട് ഡൈവേർട്ട് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. കാര്യം എന്ത് നോക്കുമ്പോഴും പ്ലാന്റിങ് ട്രീസ് ആണ്, പക്ഷെ ഓരോ എണ്ണത്തിനും അതിൻ്റേതായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട്. So they are diverting these funds to the Green India Mission. That is the major problem. So the funds remain unutilized. Bear all the costs associated with the afforestation process in case where suitable non-forest land. See, the problem here is whoever is diverting the land area for non-forested purposes, they have to bear all the cost of afforestation. അപ്പോൾ അവർ തന്നെ ഒരു ഈക്വൽ ഒരു ലാൻഡ് കണ്ടെത്തി അവിടെ അഫോറസ്റ്റേഷൻ നടത്തണം. പക്ഷേ ഹിയർ ദ പ്രോബ്ലം ഇസ് വെൻ നോൺ സ്യൂട്ടബിൾ ഫോറസ്റ്റഡ് ലാൻഡ് ചിലപ്പം കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. ഫോർ എക്സാമ്പിൾ ഇൻ സ്മോളർ സ്റ്റേറ്റ്സ് അല്ലേ, ചെറിയ ചിലപ്പോൾ ഗോവ പോലത്തെയോ അല്ലെങ്കിൽ സിക്കിം പോലത്തെയൊക്കെ സ്റ്റേറ്റ്സിൽ ഇപ്പം ഒരു 2-3 acres ഓഫ് ലാൻഡ് ആയിരിക്കും അവർ എന്തെങ്കിലും ഉപയോഗിക്കുന്നത്. അത്രയും ഏക്കേഴ്സ് ഓഫ് ലാൻഡ് നോൺ ഫോറസ്റ്റഡ് ലാൻഡ് കണ്ടുപിടിച്ച് അവിടെ അഫോറസ്റ്റേഷൻ നടത്തുക എന്ന് പറയുന്നത് ഇസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അതുപോലെ തന്നെയാണ് ഛത്തീസ്ഗഡ് അല്ലെങ്കിൽ ജാർഖണ്ഡ്, ഒഡീഷ പോലുള്ള ഫോറസ്റ്റഡ് റീജിയൻസ്, ഒരുപാട് കാടുകളുള്ള റീജിയൻസിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാൻഡ് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാര്യം എന്താ, ഒന്ന് ട്രൈബൽസ് അതെ, അനദർ തിങ് ഇസ് ദാറ്റ് ഹ്യൂജ് ഫോറസ്റ്റ് ആണ്, ഡെൻസ് ഫോറസ്റ്റ് ആണ്, ഇതിനെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. സോ ദീസ് ആർ ദ പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ദിസ്. ദെൻ യു ഹാവ് ദ നാഷണൽ Compensatory Afforestation Fund and State Compensatory Afforestation Fund. State Fund is actually managed by the State Public Accounts. This is National Public Accounts. Public account ilana varunathu. Okay. Now, what are the challenges? One is the land availability. You have to 2-3 acres of land എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ലാൻഡ് വേണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലാൻഡ് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഫണ്ട് ഡൈവേർഷൻ, ആസ് ഐ സെഡ് ബിഫോർ, ദ ഫണ്ട് ഇസ് ഡൈവേർട്ടഡ് ഫോർ ഗ്രീൻ ഇന്ത്യ മിഷൻ. മോണോകൾച്ചർ പ്ലാന്റേഷൻസ്, ഈ അഫോറസ്റ്റേഷൻ ചെയ്യുമ്പോൾ മേജർ പ്രോബ്ലം ഇസ് ദാറ്റ് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്രോപ്സ് മാത്രമേ അവിടെ കൾട്ടിവേറ്റ് ചെയ്തുള്ളൂ. ദാറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ ദ സോയിൽ. ഇറ്റ് വിൽ റെഡ്യൂസ് ദ ബയോഡൈവേഴ്സിറ്റി. എച്ച് ഇഫക്റ്റ് എന്ന് വെച്ചാൽ എന്താ? എച്ച് ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എച്ച് എന്താ? ഇതാരേ പറയുന്നേ? ആ, ഇക്കോട്ടോൺ. അതാണ് ടെക്നിക്കൽ വേർഡ് ഇസ് ഇക്കോട്ടോൺ. ആ, അതായത് ഇപ്പൊ ഗ്രാസ് ലാൻഡ്സ് എടുക്കുക. ഗ്രാസ് ലാൻഡ്സ് എന്ന് പറയുന്നത് ഡെസേർട്ടിൻ്റെയും ഫോറസ്റ്റിൻ്റെയും ഇടയിൽ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ബൗണ്ടറിയാണ് വാട്ട് യു കോൾ എക്കോട്ടോൺ. ഓക്കെ, അപ്പം അവിടെ സംഭവിക്കുന്ന എഡ്ജ് എന്ന് വെച്ചാൽ എന്തിൻ്റെങ്കിലും അവസാനത്തിനാണല്ലോ നമ്മൾ എഡ്ജ് എന്ന് പറയുന്നത്. എഡ്ജ് ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള സ്പീഷീസിനെ അത് എഫക്റ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് എഡ്ജ് ഇഫക്റ്റ്. ഓക്കെ, ഇക്കോട്ടോണിലുള്ള സ്പീഷീസിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് വി കോൾ ഇറ്റ് ആസ് എഡ്ജ് ഇഫക്റ്റ്. ആൻഡ് ഡിലേസ് ഇൻ പ്ലാൻ സബ്മിഷൻ, അതായത് അഫോറസ്റ്റേഷൻ പ്ലാൻസ് എപ്പോൾ നടത്തണം, എങ്ങനെ നടത്തണം, ഏത് ഏരിയയിൽ നടത്തണം, എന്ത് പ്ലാൻ ചെയ്യണം, ഇത്തരം പ്ലാൻസ് ഉണ്ടാക്കി ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യാനുള്ളൊരു ടൈം ഡിലേ ഉണ്ട്. സോ ദീസ് ആർ ദ ചാലഞ്ചസ് ഇൻ CAMPA ഫണ്ട്. ഓക്കെ, CAMPA ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. കുറേ വർഷങ്ങൾ അത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിപ്പം ന്യൂസിൽ വന്നതുകൊണ്ടും അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആസ് പെർ ദ ലോ, ദ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെൻറ്റ്
and planning authority exist at both national and state levels. People's participation is mandatory in the compensatory afforestation programs carried out under the Compensatory Afforestation Fund Act of 2016. Which of the following statements are correct? So please answer this. നമുക്കധികം സമയമില്ല, നമുക്കിന്ന് ഇത് കഴിഞ്ഞിട്ട് ആൻസർ റൈറ്റിംഗ് ഉണ്ട്. ചിന്തിക്കൂ, പറയൂ, പറ. അപ്പി പറ, എന്താ? ഒന്നുമില്ലല്ലോ, എന്തോ പറഞ്ഞല്ലോ, പറ. വൺ ഓൺലി. ഞാൻ ഇനി പേരെടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താ ആൻസർ? വൺ ഓൺലി. എന്താ ടു ഓൺലി വരാത്തത്? ശരി, ടു കൂടി വരാത്തത്? വൈ ടു ഇസ് റോങ്? എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ് എൻ്റെ റീസൺ. സി, കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ടാണ്. ഈ ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാ? ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഹൗ ക്യാൻ ദ ഗവൺമെന്റ് മേക്സ് ഇറ്റ് മാൻഡേറ്ററി പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ? അല്ലേ, ആളുകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുക്കുന്ന ഒരു മെഷറാണ്. സോ ദാറ്റ് കനോട്ട് ബി മാൻഡേറ്ററി. വൺ ഓൺലി. Gallant IAS, chasing your passion to ace.